guys, welcome back to 30-day push-up challenge. സെവൻത്ത് ഡേ ഇന്ന് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ 7th ഡേയും തീർത്തിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഇജാസും കൂടി ഉണ്ടായിരുന്നു പുഷപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇതിന് മുന്നത്തെ വ്ലോഗിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം അല്ലേ. ലിറ്ററലി അത് ഇന്ന് എനിക്ക് വീണ്ടും പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇച്ചിരി മടിയായിരുന്നു എനിക്ക് ജിമ്മിലേക്ക് വരാനുണ്ടെങ്കിൽ, പോസ്റ്റ്പോൺ ചെയ്താലോ എന്നുള്ളൊരു സീൻ. ഇന്ന് ഓഫ് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ചുമ്മാ റൂമിലിരുന്നിട്ട് ഭയങ്കര ലേസി ആയിരുന്നു. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ വരാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് ഭയങ്കര മടിയായി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ജേസിനോട് ഇന്ന് പോകണോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞു വി ഷുഡ് ഗോ, നമുക്ക് എന്തായാലും പോയാൽ പറ്റും, ജിമ്മിലേക്ക് എന്താ 100 പുഷപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളൊരു മൈൻഡിൽ ഇജാസ് എന്നൊരു പുഷിൽ ഞാനും വന്നു. നമ്മളിന്ന് 7th ഡേ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 100 പുഷപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഫ്രണ്ട്സ് കൂടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഒരു കമ്പനി നമുക്ക് ജിമ്മിൽ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പുഷപ്പ് ചാലഞ്ച് തുടങ്ങിയതിൻ്റെ കാരണം തന്നെ എൻ്റെ വെയിറ്റ് ഞാൻ ഇതിന് മുന്നേ നാട്ടിൽ പോകുന്നതിന് മുന്നേ കുറച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ ശേഷം ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കിയിരുന്ന റൊട്ടീനൊക്കെ പോയിരുന്നു. ആ റുട്ടീനൊക്കെ പോയി ഇവിടെ വന്നതിന് ശേഷം വീണ്ടും എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങി. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം നാട്ടിൽ പോയിട്ട് അത്രയും നാൾ ഞാൻ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ റുട്ടീൻ തിരിച്ചൊന്നും വെയിറ്റ് കൂടിയിട്ടില്ല. പക്ഷേ പോയിട്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു 1-2 വീക്സ് എന്താ പറയുക ഭയങ്കര സ്നാക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ റുട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല, ഡയറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു 8 കിലോൻ്റെ അടുത്തേറ്റം ബോഡി വെയിറ്റ് കൂടി. അത് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും ജിമ്മിൽ പോകണം എന്നുള്ളൊരു മൈൻഡ്. ഞാൻ ഓൺ ആൻഡ് ഓഫ് 2-3 ദിവസം പോയെങ്കിലും പക്ഷേ എനിക്ക് അത്ര എന്താ പറയുക ഒരു പുഷ് ഇട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് നോട്ട് ഇൻ ടു ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ, വീണ്ടും ഞാൻ ജിമ്മിൽ പോയേ പറ്റൂ എന്നുള്ള സീനിലാണ് ഞാൻ ഈ ഒരു പുഷപ്പ് ചാലഞ്ച് തുടങ്ങിയത്. അപ്പോൾ പുഷപ്പ് ചാലഞ്ച് തുടങ്ങി 6 ദിവസം കഴിഞ്ഞു. അതിനുശേഷം 6ാമത്തെ ദിവസത്തിന് ശേഷം ചെറിയൊരു ഡൗൺ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് എനിക്ക് ഇച്ചിരി ഡൗൺ ആയിരുന്നു ജിമ്മിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു പുഷായിരിക്കും. അപ്പോൾ നമ്മളെ 7th ഡേ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം വീണ്ടും അടുത്ത ദിവസം നമ്മൾ ഈ പുഷപ്പ് ചാലഞ്ച് ആയിട്ട് കാണുന്നത് വരെ you guys take care. Until then, signing off. It's Sujesh. Bye bye. Peace out.